this is Cock. Violence. ഇന്ന് റോക്കി ബായ് പറഞ്ഞ സമയത്ത് ഇത്രയും വയലൻ്റ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ സിനിമ, ഒരു ഇന്ത്യൻ മെയിൻ സ്ട്രീം സിനിമ നമ്മുടെ മലയാളത്തിലുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. മോസ്റ്റ് വയലൻ്റ് മാൻ എന്ന് തന്നെ പ്രശാന്ത് നീലിൻ്റെ സലാറിനെ കുറിച്ച് പറയുന്നത്. ഇത് ബെഞ്ച് മാർക്കാണ്. അതുകൊണ്ടാണ് പറയാൻ കാരണം ഇറ്റ്സ് എ ബെഞ്ച് മാർക്ക് ഓഫ് വയലൻ്റ് ഫിലിംസ്. ഇത്തരത്തിലുള്ള വയലൻസ് കാണിക്കുന്ന സ്ലാഷപ്പ് പരിപാടിയുള്ള സിനിമകളിലെ ബെഞ്ച് മാർക്കാണ്. ഇതിനപ്പുറത്തേക്ക് ഒന്നിനി ഇന്ത്യൻ സിനിമയിൽ ചെയ്തു വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അസാധ്യം എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെ ചെയ്യുവാണെങ്കിൽ അതിൽ മനുഷ്യന് ഉൾക്കൊള്ളാൻ പറ്റാത്ത അത്രയും ഭീകരമായിട്ടുള്ള ഇപ്പോൾ സെർബിയൻ ഫിലിമിൽ കാണിച്ചു കൊടുത്ത അത്രയും എക്സ്റ്റെൻറ്റിൽ പോകേണ്ടി വരും. ഇത് തന്നെ ലിമിറ്റ് കടന്നിട്ടുണ്ട്. ഒരു സാധാരണ മനുഷ്യന് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പം വലിയ പ്രശ്നം വരും. അത്രയും ചങ്കുറപ്പുള്ള ആൾക്കാർക്ക് ഇത് കാണാൻ സാധിക്കും. ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഒരു സിനിമ എടുക്കുന്ന സമയത്ത് ആ സിനിമയുടെ ജോൺറ ഏതാണ്, ആ സിനിമയുടെ ടാർഗറ്റ് ഓഡിയൻസ് ഏതാണ് എന്ന് മനസ്സിലാക്കി ആ സിനിമ മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഫ്രം ദ ഡേ വൺ ഓൺവേർഡ്സ് മാർക്കോയുടെ ടീം അതാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ ഉണ്ണി മുകുന്ദൻ ഒരാളുടെ തലയും വെട്ടിയിട്ട് നടന്നു വരുന്നു, ടീസറിനകത്ത് ചെവി കടിച്ച് പറിക്കുന്നു, ബ്രൂട്ടാലിറ്റി കാണിക്കുന്നു, വയലൻസിൻ്റെ ഒരു എപ്പിറ്റമി കാണിക്കുന്നു. അപ്പം അങ്ങനെ കാണിച്ചിട്ട് ഇതിൻ്റെ ടാർഗറ്റ് ഓഡിയൻസ് അതാണ്. ആളുകളാണ് ഇന്ന് തിയേറ്ററിൽ ഫസ്റ്റ് ഷോ പോയിട്ടുള്ളത്. ആ ആളുകളുടെ ഒപ്പം ഇരുന്ന് സിനിമ കണ്ടപ്പോൾ കിട്ടിയിട്ടുള്ള ഒരു സാധനം ഉണ്ടല്ലോ, അതായത് വയലൻസ് കാണാൻ താല്പര്യമുള്ള ആളുകൾ കണ്ടാൽ മതി. ഇത് അല്ലാതെ ലോലഹൃദയത്ത് കാണണ്ട. അത് കൃത്യമായിട്ട് ഗവൺമെൻറ് അത് സർട്ടിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ സിനിമയുടെ ആളുകൾ തന്നെ അത് പ്രചരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വയലൻസ് കാണാൻ ആഗ്രഹിക്കുന്ന ഓരോ ആളുകൾക്ക് ഓരോ താല്പര്യമായിരിക്കും. ഇത് നമ്മൾ കാണുന്നത് ഒരു എൻ്റർടൈൻമെൻറ്റാണ്, അല്ലാതെ നമ്മൾ ശരിക്കും ആളുകൾ കൊല്ലുന്നതല്ല കാണാൻ പോകുന്നത്. അപ്പോൾ അത് കാണാൻ എനിക്ക് വയലൻസ് കാണിക്കുന്ന സിനിമ എനി ലാംഗ്വേജ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇത് പലവട്ടം ഞാൻ മുൻപും എൻ്റെ റിവ്യൂസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബീയിങ് സച്ച് എ ഫാൻ ഓഫ് സച്ച് ഫിലിംസ് ഇത് കണ്ടു കഴിഞ്ഞ സമയത്ത് എനിക്ക് ഭീകരമായിട്ടുള്ള ഹൈ കിട്ടിയിട്ടുണ്ട്, നല്ല ഹൈ കിട്ടിയിട്ടുണ്ട്. കാരണം ഇതിൽ യാതൊരു മയമില്ലെന്നേ, ഒരു മയമില്ല. ഇത് ആളുകളെ വെറുതെ നമ്മൾ ഇത്രയും നാളെ കണ്ടുള്ള പോലെ ചുമ്മാ വെട്ടുക, കുത്തുക, ചോപ്പ് ചെയ്യുക, സ്ലൈസ് ചെയ്യുക പരിപാടി മാത്രമല്ല. അതായത് ബ്രൂട്ടാലിറ്റിയുടെ അങ്ങേയറ്റം. അതിൽ നോ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, നോ ഏജ് ഡിസ്പാരിറ്റി, കുട്ടികൾ, സ്ത്രീകൾ, അല്ലെങ്കിൽ പ്രായ ആളുകൾ, അങ്ങനെയൊന്നുമില്ല. അതുപോലെ വില്ലൻസിനൊന്നും വേറെ ഒരു മറ്റ് ഇൻറ്റൻഷൻസ് ഒന്നുമില്ല. കൊല്ലൽ തന്നെ, മനസ്സിലായില്ലേ? കൊല്ലുക ആ പരിപാടി. അത് ഈ സിനിമയ്ക്കകത്ത് ഇവരെന്താണ് ഉദ്ദേശിച്ചത് അത് അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ പേഴ്സണലി ഞാൻ ഭീകരമായിട്ട് സാറ്റിസ്ഫൈഡാണ്. കാരണം ഇത് ഞെട്ടിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഭാഷയിൽ വന്നൊരു സിനിമയാണ്. ഈ ഒരു മലയാളത്തിൽ വന്നിട്ടുള്ള സിനിമയാണ്. ഉണ്ണി മുകുന്ദൻ, റൈസ് ഓഫ് എ ഹീറോ. പുള്ളി ഇതിൽ ചെയ്തു വെച്ചിരിക്കുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് അത്രയും ഹെവിയാണ് ഈ ക്യാരക്ടർ. മാർക്കോ എന്ന് പറഞ്ഞ ക്യാരക്ടർ, നമ്മളൊരു ക്യാരക്ടർ എടുത്ത് ഒരാളെ തലയിൽ വെക്കുന്ന സമയത്ത്, ഒരു ആക്ടറുടെ തലയിൽ വെക്കുന്ന സമയത്ത് അയാൾക്ക് താങ്ങാൻ പറ്റണ്ടേ? ഉണ്ണി മുകുന്ദൻ അത് ഈസിലി അത് ബെയർ ചെയ്തിട്ടുണ്ട്. പുള്ളി ഇത് ഡെലിവർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്ക്രീൻ പ്രസൻസ്, സ്വാഗ്, ഓറ, ഡയലോഗ് ഡെലിവറി ഞെട്ടിച്ച് കളഞ്ഞു. സൗണ്ട് മോഡുലേഷൻ, വളരെ വളരെ കുറച്ച് മാത്രം സംസാരിക്കുന്ന കഥാപാത്രങ്ങൾ ഇതിലെല്ലാം കാച്ചിക്കുറിക്കിയ ഡയലോഗുകളാണ്. വളരെ പ്രിസൈസായിട്ട് സംസാരിക്കുന്ന ആളുകളാണ്. അപ്പോൾ അത്തരം ഡയലോഗ്സ്. ഉണ്ണി മുകുന്ദനെ കുറിച്ച് ഞാൻ തുടക്കത്തിന് പറയാൻ കാരണം അദ്ദേഹമാണല്ലോ ഈ സിനിമയുടെ വൺ മാൻ ഷോ എന്ന് പറയുന്നത്. അപ്പോൾ ഫൈറ്റ് കാലേ കിങ്സൺ പുള്ളി ചെയ്തിരിക്കുന്ന ഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഓരോ ഫൈറ്റും ഓരോ തരത്തിൽ അതിൻ്റെ ഒരു സീക്വൻസ് അത് കൊറിയോഗ്രാഫ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ തുടക്കത്തിലുള്ള ഉണ്ണിയുടെ ഫസ്റ്റ് ഇൻട്രോയിൽ ഒരു പക്ക ഒരു കൊമേഴ്ഷ്യൽ മാസ് ഫൈറ്റ്, പിന്നെ വരുന്ന ഒരു ബോക്സിംഗ് റിങ്ങിലെ ഫൈറ്റ്, ഇങ്ങനെ പോവാം. പിന്നെ അതിനുശേഷം വരുന്ന ഭീകരമായിട്ട് നമ്മൾ ആനിമലിനെ കണ്ട പോലുള്ള കുറേ ആളുകളുടെ ഫൈറ്റ്, പിന്നെ ഇൻ്റർവെല്ലിന് തൊട്ട് മുമ്പിലുള്ള സാധനം, ഇൻ്റർവെല്ലിന് ശേഷമൊക്കെ പിന്നെ പരിപാടിയാണ്. അവസാനമൊക്കെ ആകുമ്പോഴേക്കും വില്ലന്മാരുടെ വിളയാട്ടം. അതായത് ഇത്തരം സിനിമകൾക്ക് പറ്റുന്നൊരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ കില്ല് കണ്ടപ്പോഴും നമുക്ക് വില്ലൻസിനോട് അത്രയും നമുക്ക് അവരെ പീഡിപ്പിച്ച് അവരെ വേദനയുടെ അവസാനം അറിയിച്ച് കൊല്ലണം എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന അത്രയും ഹൈ ലെവലിലുള്ള ബ്രൂട്ടാലിറ്റി, ക്രൂരത അവർ ഓൾറെഡി കാണിച്ചിട്ടുണ്ടാവും. അപ്പം അതിന് മുകളിലേക്ക് ചെയ്തു വെക്കുക നായകൻ, അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട ആ ഒരു എക്സ്പെക്റ്റേഷൻ തരുമോ എന്നുള്ളത് ഭയങ്കര ചലഞ്ചിങ്ങാണ്. ഒരു വിധത്തിൽ ഇത് മീറ്റ് ചെയ്തിട്ടുണ്ട്. കില്ല് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞാണ് അത് നമുക്കങ്ങ് മതിയാവില്ല. കാരണം അങ്ങനത്തെ പരിപാടി ഇതിൽ
മറ്റേ ഗുഹൻ സിംഗ് ഒക്കെ ചെയ്തു വെച്ച പരിപാടി എന്തൊരു വില്ലനാണ് ഇയാൾ. അല്ലാത്ത മനുഷ്യൻ കേട്ടോ, അല്ലാത്ത മനുഷ്യൻ. പിന്നെ ഷമീദലൻ്റെ മകൻ പുള്ളി ചെയ്തു വെച്ചിരിക്കുന്ന പരിപാടി, അദ്ദേഹത്തിൻ്റെ ഡബ്ബിങ്. പിന്നെ ജഗദീഷ് ഒരു ആക്ടർ എന്ന നിലയ്ക്ക് പിന്നെ എന്തൊരു ഇവോൾവിങ് ആയിട്ടുള്ള ആക്ടറാണ് അദ്ദേഹം. പഴയ അപ്പുക്കുട്ടലിൽ നിന്ന് ഇവിടെ ഇതിലെ ക്യാരക്ടറിലേക്ക് എത്തി നിൽക്കുന്ന സമയത്ത് അതും അത്രയും ചലഞ്ചിങ് ആയിട്ടുള്ള ക്യാരക്ടർ പുള്ളി ചെയ്തു വെച്ചിട്ട് പുള്ളിയുടെ മാനറിസംസ്, പുള്ളിയുടെ പിന്നെ ആ സ്റ്റൈൽ ഓഫ് ഡയലോഗ് ഡെലിവറി, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് പറയുന്നത്, പിന്നെ ധന്യ ബാലകൃഷ്ണൻ ചെയ്തിരിക്കുന്ന കോസ്റ്റ്യൂംസ് പിന്നെ എടുത്തു പറയണം. ഒരാൾക്കും കൊടുത്തിരിക്കുന്ന ആ ഒരു ഇൻ്റർനാഷണൽ ഫീൽ നമുക്ക് കിട്ടുന്ന തരത്തിലുള്ള കോസ്റ്റ്യൂംസ്, അങ്ങനെ പരിപാടിയാണ്. പിന്നെ സിദ്ദിഖിനൊക്കെ പിന്നെ അറിയാലോ, റേഞ്ച് അറിയാലോ സിദ്ദിഖിൻ്റെ. പുള്ളിക്ക് ഇത് കേക്ക് വാക്കാണ്, പക്ഷേ പുള്ളി വളരെ സറ്റിലായിട്ടുള്ള കുറേ സീൻസും ഉണ്ട്, പുള്ളിയുടെ ഇമോഷണൽ ആവുന്ന സീൻസ് ഉണ്ട്. അതങ്ങനെ പോകുന്ന സിദ്ദിഖിൻ്റെ പെർഫോമൻസ്, പിന്നെ കുറേ സ്ത്രീ കഥാപാത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് പറഞ്ഞു വന്നിട്ടുള്ളത്, ഈ ഒരു സിനിമ എന്ന് പറയുന്നത് വയലൻസ് കാണിക്കാൻ വേണ്ടി തന്നെ എടുത്തുള്ള സിനിമയാണ്. അവരുടെ ഇൻറ്റൻഷൻ അതാണ് അവർ ഡെലിവറി ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മാക്സിമം ഇതിനപ്പുറത്തേക്ക് ഒരു മലയാള സിനിമയിലൊന്നും കാണിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു. മലയാളം മെയിൻ സ്ട്രീം സിനിമയ്ക്കകത്ത് എനിക്ക് കാണിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിൽ പല ആളുകൾക്കും പലതരത്തിലുള്ള ഇമോഷണൽ അറ്റാച്ച്മെൻ്റാണ് ഉണ്ടാവുക. ദാറ്റ് ഇസ് സബ്ജക്റ്റീവ്. അതായത് ഇപ്പോൾ എനിക്ക് പിന്നെ ഒരു മകളെ വല്ലാതെ സ്നേഹിക്കുന്ന ഒരാൾക്ക് മകളെ കൊല്ലുന്ന കാണുമ്പോൾ പെട്ടെന്ന് അച്ഛനെ സ്നേഹിക്കുന്നവർക്ക് അച്ഛനെ കൊല്ലും, അമ്മയെ സ്നേഹിക്കുന്ന അമ്മയ്ക്ക്, പെങ്ങളെ അങ്ങനെ, അല്ലെങ്കിൽ കാമുകിയെ അങ്ങനെ സുഹൃത്തിനെ അങ്ങനെ ആർക്ക് ഓരോ വ്യക്തികൾക്ക് ഓരോ തരത്തിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുക. ഇതിൽ കൊല്ലാത്തതായിട്ട് ആരെയില്ല. എല്ലാവരെയും തട്ടും. ആ തട്ടണമെന്ന് കഴിഞ്ഞാൽ ബ്രൂട്ടലായിട്ട്. അതിൽ വേറെ കൂടുതൽ എനിക്ക് പറയാൻ സാധിക്കില്ല, പറയാൻ സാധിക്കില്ല. എന്തായാലും ഹനീഫ് അദനി, ഹാറ്റ്സ് ഓഫ് യു മാൻ. കാരണം ഇതിങ്ങനെ ഒരു സാധനം എടുത്ത് ചെയ്തതിന് മാത്രമല്ല, അത് വൃത്തിക്ക് ചെയ്തതിൽ, പണിയെടുത്തതിൽ, ഇതിൽ ഓരോ ഷോട്ടും ഓരോ സീൻസും നന്നായിട്ട് വർക്ക് ചെയ്ത് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്ന് മനസ്സിൽ കണ്ട് അത് കിട്ടാൻ വേണ്ടിയിട്ട് ചന്ദ്രു സെൽവരാജ് ഉൾപ്പെടെയുള്ള DOP, ഷമീർ മുഹമ്മദ് കട്ട്സ്, നമ്മുടെ MR രാജകൃഷ്ണൻ പിന്നെ ഓഡിയോഗ്രാഫി, ഞാൻ പറയാം. അപ്പോൾ ഇവരെയൊക്കെ വെച്ചുകൊണ്ട് ഈ ഹനീഫ് അദനി ചെയ്തിരിക്കുന്ന പരിപാടി ഒരു പൊണ്ണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് സാധനം. പിന്നെ തുടക്കത്തിൽ ബിൽഡ് ചെയ്ത് വരുന്ന സിനിമ. പിന്നെ ഇതിൽ വേറെ കാര്യം ശ്രദ്ധിച്ചത്, സ്ക്രിപ്റ്റിനകത്ത് തന്നെ മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള സ്റ്റോറിയും ആ നറേറ്റീവും, അതുപോലെ തന്നെ വാട്ട്സ് ഗോയിങ് ഇൻ റിയാലിറ്റി എന്നുള്ളതും കൂടെ അറ്റ് എ ടൈം ഇങ്ങനെ പോകുന്നുണ്ട്. അത് ഭയങ്കര രസമായിരുന്നു. അത് നമുക്ക് കാണുന്ന സമയത്ത് നമുക്ക് രണ്ടും അറിയാം, നായകന്മാർക്കും വില്ലന്മാർക്കും വലിയ ഇത് രണ്ടും അറിയാത്തുള്ളൂ. അപ്പോൾ അത് രണ്ടും കൂടെ നമ്മളിങ്ങനെ കണ്ടുപോകുന്ന സമയത്ത് ഭയങ്കര രസമായിരുന്നു. പിന്നെ ഫ്ലാഷ് ബാക്ക്, പിന്നെ നായകൻ്റെ ഇൻട്രോ, ഉണ്ണിയുടെ ഇൻട്രോ, ഫസ്റ്റ് ഇൻട്രോ, പിന്നെ ഒരു സെക്കൻഡ് ഇൻട്രോ, അതിൽ പിന്നെ ഡയലോഗ്സ്. ഒരു ചേർച്ചിൽ വന്നിട്ട് ഉണ്ണി പറയുന്ന ഒരു ഡയലോഗുണ്ട്, വാവ് വാട്ട് എ സീൻ വാസ് ദാറ്റ്. അങ്ങനെ ഒരുപാട് സീൻസ്. ഇത് മുഴുവൻ സിനിമയല്ലാതെ ഒരു 10 മിനിറ്റ് അങ്ങനെ 15 മിനിറ്റുള്ള സീൻസ് ആയിട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ FBയിലോ യൂട്യൂബിലോ ഇൻസ്റ്റയിലോ എവിടെയെങ്കിലും നമുക്ക് കട്ട് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ കാണാം. ഓൺലി ഇഫ് യു ലവ് വയലൻസ് ആൻഡ് ബ്രൂട്ടാലിറ്റി. ലോല ഹൃദയന്മാർ വേണ്ട, ആ വഴിക്ക് പോവേണ്ട. പിന്നെ ഇതിൽ നടക്കുന്ന ഭയങ്കര ഭീകരമായിട്ടുള്ള ഒരു ഡിസ്കഷനാണ്, കുട്ടികൾ വയലൻസ് കണ്ട് വഴിതെറ്റുന്നു. അത് കുട്ടികൾ കാണണ്ടെന്നേ. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഇവിടുത്തെ നിയമവ്യവസ്ഥയും റെഗുലേഷൻസ് കീപ്പ് ചെയ്യേണ്ട നോക്കേണ്ടത് അതിൻ്റെ ആളുകളാണ്. ഇതൊന്നും പിന്നെ സിനിമാക്കാരോടൊന്നും പറയേണ്ട യാതൊരു ആവശ്യമില്ല. ഈ നാട്ടിൽ നിയമപരമായിട്ട് സിനിമ ഇറക്കാൻ പറ്റും, റിവ്യൂ ചെയ്യാൻ പറ്റും, എല്ലാം പറ്റും. അത് അതിൻ്റെ ഇഷ്ടം പോലെ സൗകര്യം പോലെ ആളുകൾ ചെയ്യും. അത് സർക്കാർ നോക്കിക്കോളാം. ഇത്രയും പറഞ്ഞതുകൊണ്ട് ഈ സിനിമ യാതൊരു ഫ്ലോസും ഇല്ലാത്ത, യാതൊരു നെഗറ്റീവ് റിമാർക്സും ഇല്ലാത്തൊരു പെർഫെക്റ്റ് വയലൻ്റ് സിനിമ എന്നുള്ളതല്ല. പക്ഷേ ഈ സിനിമ എടുത്തു വെച്ചതിൻ്റെ ആ ഒരു സ്കെയിലിൽ ഇത് ഭയങ്കരമായിട്ട് വർക്കായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ സ്കെയിൽ എന്ന് പറയുന്നത് ഇത്രയും വലിയ സ്കെയിലല്ല. ഇതിൻ്റെ ബഡ്ജറ്റ് വൈസ് ആയി കഴിഞ്ഞാലും, ഇതിൻ്റെ സ്ക്രിപ്റ്റ് വൈസ് ആയി കഴിഞ്ഞാലും, ഇത് ഡെലിവറി ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും, ഇത് 2 ഫാമിലി തമ്മിലുള്ള ഗാങ് വാർ, അതിൻ്റെ ഭാഗമായിട്ടുള്ള പക കൊണ്ടുണ്ടാകുന്ന വയലൻസാണ്. പക്ഷെ അതിൽ വർക്ക് ചെയ്തിരിക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ചില കാര്യം ഇതിൽ ഡയലോഗ്സിനെ കുറിച്ച് നേരത്തെ പറഞ്ഞപ്പോഴും ചിലപ്പോൾ കുട്ടികളെ കൊണ്ട് ഡയലോഗ് പറയിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ KGFൻ്റെ ഭീകരമായിട്ടുള്ള ഇൻഫ്ലുവൻസ് ആണ്. ശരിക്കും ഇന്ത്യൻ സിനിമയിൽ ഇത്തരം മാസ് ഓറ ഉള്ള ക്യാരക്ടേഴ്സിൻ്റെ വയലൻസ് ഉൾപ്പെടെയുള്ള സാധനം കാണിക്കുന്നത് ബിഫോർ KGF ആൻഡ് ആഫ്റ്റർ KGF എന്ന് ഡിഫൈൻ ചെയ്യേണ്ടി വരും. കാരണം KGFന് ശേഷം ഇത്തരം സിനിമകളുടെ ഡയമെൻഷനെ മാറിപ്പോയി. അത് ഇന്ത്യൻ സിനിമയിലെ മറ്റ് ഏത് വുഡ് എടുത്തു നോക്കിക്കഴിഞ്ഞാലും, നമ്മുടെ മോളിവുഡ് ഉൾപ്പെടെ. അപ്പോൾ അതുകൊണ്ടാണ് KGF ആയിട്ട് കമ്പാരിസൺ വരുന്നത്. അറ്റ് ദ സെയിം ടൈം KGFൻ്റെ ഫ്ലേവേഴ്സ് എല്ലാ സ്ഥലത്തും വരുന്നതും ആ ഡാർക്കായിട്ടുള്ള ആ ഒരു ടോണിൽ വളരെ ബ്ലഡ് ഷെഡുള്ള
വെട്ടിവെപ്പുള്ള, പിന്നെ ലൊക്കേഷൻ്റെ ഒക്കെ സെറ്റപ്പ് പോലുള്ള പരിപാടി, കൊതുകിന് മരുന്നടിക്കുന്ന പരിപാടി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വരുന്നത്. ഒരാളെ കൂടെ എടുത്തു പറയണം, ഇഷാൻ ഷൗക്കത്ത്. പുള്ളി ചെയ്തിരിക്കുന്നത് ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. കിട്ടുമായിട്ട് ചെയ്തിട്ടുണ്ട്, യാതൊരു കല്ല് കടിയില്ലാതെ നല്ല ഫ്ലോയിൽ. അതായത് പുള്ളി അങ്ങ് ജീവിക്കുകയാണെന്ന് പറയുന്ന പോലെ പുള്ളി ചെയ്തിരിക്കുന്നത്. പുള്ളിയുടെ ഡയലോഗ് ഡെലിവറിയും സൗണ്ടും ഒക്കെ നല്ല നൈസായിരുന്നു. പിന്നെ ഷമി തിലകൻ്റെ മോൻ്റെ പേര് അഭിമന്യു തിലകൻ എന്നാണ്. അച്ഛൻ്റെ പേരിൽ മാത്രം അങ്ങനെ അറിയപ്പെടുന്ന ആൾക്കാരല്ലോ വരുന്നു. ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്, എസ്പെഷ്യലി ഡബ്ബിങ് പാർട്ടൊക്കെ. വണ്ടികളുണ്ട്. ഡിഫൻഡറാണ് മെയിൻ. ഡിഫൻഡർ എന്ന് പറഞ്ഞാൽ തന്നെ ജോജുവിന് ഓർമ്മ വരും. ജോജുവിൻ്റെ പടം ഉണ്ടായിരുന്നല്ലോ, ജോജു ഡയറക്റ്റ് ചെയ്ത പടം പണിയുടെ ക്ലൈമാക്സ് കണ്ടിട്ടാണ് ഞാൻ മലയാള സിനിമയിൽ ഇതുവരെ കാണിച്ചാൽ ഏറ്റവും വലിയ വയലൻസ് എന്ന് ഞാൻ കരുതിയിരുന്നത്. കമ്പയർ ചെയ്ത് പറയാം, പണിയിലെ വയലൻസിൽ എന്താണോ കാണിച്ചിട്ടുള്ളത് അത് എന്താണ് മാർക്കോയിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ മാർക്കോയിൽ ഒരു ചെറിയൊരു സീനാണ്. പണിയിൽ ക്ലൈമാക്സ് കാണിച്ചുള്ള ഭീകര സാധനം മാർക്കോയിൽ ചെറിയൊരു സീനാണ്. അപ്പോൾ മനസ്സിലായല്ലോ, ഇതിൽ നിന്നും ഇതാണ് മാർക്കോ വയലൻസിൻ്റെ കാര്യത്തിൽ. എല്ലാ പരിപാടിയുണ്ട് മക്കളെ, എല്ലാ പരിപാടിയുണ്ട്. ഇതൊക്കെ കാണുമ്പം ഇത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഞാനിപ്പം വിട്ടുപോയനെ. രവി ബാസ്രൂറിന് ധൈര്യമായിട്ട് ചോദിക്കാം. ഇപ്പം ഞാൻ ആരാണ് എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ എന്ന് ചോദിക്കാം. കാരണം രവി ബാസ്രൂറൊക്കെ ചെയ്യുന്ന ഓർക്കസ്ട്രേഷൻ്റെ ഒരു മാഗ്നാനിമിറ്റി ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ലെവലുണ്ടല്ലോ, അത് തിയേറ്റർ ഒന്ന് കാണുമ്പോൾ മനസ്സിലാവും. നമ്മളാൾക്കാർ ചെയ്യും ഇവിടെ, പക്ഷേ പുള്ളി ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സാധനം ഉണ്ടല്ലോ. അപ്പം കീരവാണിയൊക്കെ ഇപ്പോൾ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സാധനം ഉണ്ടല്ലോ, ആ ഒരു ഭയങ്കരമായ സംഭവം സ്കോറിലുടനീളം. പിന്നെ പാട്ട് പറഞ്ഞാൽ ഇൻട്രോയിൽ മുതൽ ഇൻട്രോ ഒക്കെ എന്ത് രസമാണ്. ഐ മീൻ ടൈറ്റിൽ കാർഡ് കാണിക്കുന്ന മുതലുള്ള സിനിമയുടെ തുറക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഇൻട്രോ തന്നെ. അതിൽ ഞാൻ കോഴിക്കോട് നിന്ന് കണ്ടുള്ളത് കൈരളി തിയേറ്റർ എന്ന് ഫുള്ള് പിള്ളേർ വന്നിട്ട് തുടക്കം മുതൽ ആ ജീവിതം ആസ്വദിക്കുക. അല്ലാതെ ഇതും വിമർശിച്ച് നടക്കുന്ന ആൾക്കാർ അതുകൊണ്ട് നടക്കുക, ആസ്വദിക്കുന്ന ആൾക്കാർ ആസ്വദിക്കുക, അത്രേ പറയാനുള്ളൂ. അപ്പം ഈ പിള്ളേരോടൊക്കെ ഇരുന്ന് പടം കാണുമ്പോൾ തന്നെ നമുക്കൊരു സുഖം. അത് അങ്ങനെ ഒരു വൈബിൽ ആ മറ്റേ സാത്താൻ സോങ്ങൊക്കെ വെച്ചിട്ട് ബ്ലഡ് സോങ് അങ്ങനെ മൊത്തത്തിൽ. ഇപ്പോൾ രവി ബാസ്രൂറിനെ ഞാൻ തുടക്കത്തിലെ പറയാൻ വെച്ചതായിരുന്നു, വിട്ടുപോയതാണ്. അപ്പോൾ അദ്ദേഹം ചെയ്തിരിക്കുന്ന വർക്ക് അത് ഭയങ്കരമായിട്ടുള്ള ഇമ്പാക്റ്റ് ഈ സിനിമയ്ക്ക് ഒട്ടനീളം ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ആസ് എ ഹോൾ എടുക്കുകയാണെങ്കിൽ ഞാൻ എന്താണ് ഇപ്പോൾ നമ്മൾ എക്സ്പെക്റ്റേഷൻ വേഴ്സസ് റിയാലിറ്റി പറയുകയാണെങ്കിൽ എൻ്റെ എക്സ്പെക്റ്റേഷൻ എന്താണോ അത് റിയാലിറ്റിയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്തരം സിനിമകൾ ഇനിയും വരണം, എല്ലാ ജോണറിലുള്ള സിനിമയും വരണം. മനുഷ്യനെല്ലാം കാണണ്ടേ, എല്ലാ താല്പര്യമുള്ള ഓരോ ആളുകൾക്ക് ഓരോ താല്പര്യമായിരിക്കും, ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഇല്ലേ. ഇതൊന്നും ഇവിടെ നിയമവിരുദ്ധമല്ലല്ലോ. ഇതും കാണാൻ താല്പര്യമുള്ള ആളുകൾക്ക് അതും കാണാനുള്ള അവസരം ഉണ്ടാകണം എന്നുള്ളത് കൂടിയാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. സോ മാർക്കോ.